Good morning, students. Next, we have another corollary that is also related to the theorem that we studied in the last class. That means day before yesterday. Okay, sorry, day before tomorrow. So come to that corollary. We already saw two corollaries related to that theorem. Now come to another corollary. It's a very important corollary. So the corollary is like this. If f from G to C is analytic, if f from G to C is analytic and not constant, A belongs to G with the f of A equals 0, then there is an capital R greater than 0 such that B of AR is a subset of G and f of Z is not equal to 0 for 0 less than mod Z minus A, which is less than R. Okay, so this is the corollary. F from G to C is analytic and not constant. അപ്പോൾ f എന്ന് പറയുന്ന ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ്, കോൺസ്റ്റന്റ് ആണ്. G എന്ന് പറയുന്ന ഒരു റീജിയൻ ആയിട്ടുള്ള, അതായത് ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റ്. ആൻഡ് A belongs to G with f of A equal to 0. Then there is an R greater than 0 such that B of AR is a subset of R. അതായത് B of AR എന്ന് പറഞ്ഞാൽ എന്താ, ആ റേഡിയസ് ഉള്ള A സെൻറ്റർ ആയിട്ടുള്ള Aയുടെ ഒരു നെയ്ബർഹുഡ്. ഇപ്പം G എന്ന് പറയുന്ന ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് F അനലിറ്റിക് ആണ്, കോൺസ്റ്റന്റും അല്ല. ഒരു പോയിന്റ് A എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ F of A 0, അതായത് ദാറ്റ് മീൻസ് A ഈസ് എ 0 ഓഫ് F. ഓക്കെ, A എന്ന വാല്യൂ Fൽ ഇട്ട് കൊടുക്കുമ്പോൾ 0 കിട്ടും. സോ A എന്ന് പറയുന്നത് ഒരു 0. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു പർട്ടിക്കുലർ നെയ്ബർഹുഡ് Aയുടെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനകത്ത് എന്തായിരിക്കും, വേറെ ഒരു Z എടുത്താലും അതിൻ്റെ വാല്യൂ Fന് 0 കിട്ടില്ല. അതായത് ഒരു അനലിറ്റിക് നോൺ കോൺസ്റ്റന്റ് അനലിറ്റിക് ഫംഗ്ഷന്റെ സീറോസ് എല്ലാം ഐസൊലേറ്റ്. ഇപ്പം ഇവിടെ ഒരു 0 ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി സീറോസ് ഉണ്ടാവില്ല, ഇങ്ങനെ കൂട്ടം കൂടി ഉണ്ടാവില്ല. ഒന്ന് ഇച്ചിരി ഇങ്ങനെ വിട്ടായിരിക്കും. ആ ഐസൊലേറ്റ് ഇങ്ങനെ ഒറ്റപ്പെട്ട്, അതായത് അതിന് ചുറ്റും നമുക്കൊരു നെയ്ബർഹുഡ് വരയ്ക്കാൻ പറ്റും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇറ്റ് മീൻസ് ദാറ്റ് zeros of a non-constant analytic function are isolated. So zeros of a non-constant analytic functions are isolated. ഇതാണ് ശരിക്കും നമ്മുടെ തിയറത്തിന്റെ ഈ കൊറോളറിയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മളൊന്ന് റീറൈറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക. Now come to the proof of the corollary. Assume that F from G to C is analytic and not constant.
Also assume that A belongs to G and f of A equals 0. നമുക്ക് എന്താ കാണിക്കേണ്ടത്? To show that there exists some r greater than 0 such that B of A r A center ആയിട്ട് r റേഡിയസ് ഉള്ള ഒരു നെയ്ബർഹുഡ് Gക്കകത്തുണ്ട്. It's a subset of G and f of Z is not equal to 0 for every Z. For every Z belongs to B of A. Okay. Other than A. കേട്ടോ, other than A. That means അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇതിനെ നമുക്ക് വേറെ ഇവിടെ ഇങ്ങനെ പറഞ്ഞാൽ എയും അതിനകത്ത് ഉൾപ്പെടും അല്ലേ? വേണമെങ്കിൽ ഇത് മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? For 0 less than mod Z minus A less than R. അതായത് A സെന്റർ ആയിട്ടുള്ള ഈ സർക്കിൾ, അതായത് ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്നാണ് അതിനകത്ത്. അപ്പൊ ഈ A എന്നുള്ള പോയിന്റ് മാത്രം ഒഴിവാക്കിയിട്ടുള്ള സംഭവമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. So if possible assume that, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കോൺട്രഡിക്ഷൻ നമുക്ക് അസ്യൂം ചെയ്യാം. If possible assume that for every r greater than 0 with B of AR is a subset of a G, then there exists ഒരു നെയ്ബർഹുഡ് നമ്മൾ എടുത്തു and there exists Z which is not equal to A in B of AR such that f of Z equal to 0. അപ്പോൾ A അല്ലാത്ത ഒരു പോയിന്റ് വേറെ ഒരിടത്ത് 0 കിട്ടില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ അസ്യൂം ചെയ്യുവാണ് അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. That means ഇതിനർത്ഥം എന്താ? എയുടെ ഒരു നെയ്ബർഹുഡ്, ആ റേഡിയസ് ഉള്ള ഒരു നെയ്ബർഹുഡ് എടുത്താൽ ആ നെയ്ബർഹുഡിലെ എ അല്ലാതെ മറ്റൊരു പോയിന്റിലും കൂടെ എന്ത് കിട്ടുന്നുണ്ട്? f of ന്റെ വാല്യൂ 0 ആകുന്നുണ്ട്. That means we can say that every neighborhood of A contains that implies every neighborhood of that implies ആകെ നമ്മൾ ആർബിട്രറി അല്ല എടുത്തിരിക്കുന്നത്. that every neighborhood of A contains a point is Z which is not equal to A such that f of Z equal to 0. അതായത് ഏത് നെയ്ബർഹുഡ് എടുത്താലും നമുക്ക് എന്ത് പറ്റും? ഒരു പോയിന്റ് കൂടെ കണ്ടുപിടിക്കാം. അതർദാനെ ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. such that f of Z equal to 0. ഇത് നമ്മുടെ ലിമിറ്റ് പോയിന്റിന്റെ ഡെഫിനിഷൻ അല്ലേ? So we can say that this means A is a limit point of the set which implies A is a limit point of the set of all Ez belongs to G such that f of Z equal to 0. f of Z 0 ആയിട്ട് കിട്ടുന്ന പോയിന്റിന്റെ ഒരു ലിമിറ്റ് പോയിന്റ് ആണ് A. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു സെറ്റിന്റെ ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ട് എങ്കിൽ നമ്മുടെ ഫസ്റ്റ് തിയറം അനുസരിച്ച് എന്താ വരുന്നത്? f is identically equal to 0. Then by above theorem f is identically equal to 0 which is a contradiction to our assumption. എന്താണ് കോൺട്രഡിക്ഷൻ ആവുന്നത്? നമ്മൾ എന്താ അസ്യൂം ചെയ്ത്? ഇപ്പൊ നമുക്ക് f identically equal to 0 means f is a constant. നമ്മൾ എന്താ അസ്യൂം ചെയ്തിരിക്കുന്നത്? f is a non constant function എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. So this is a contradiction
which is a contradiction to the fact that f is not a constant. F is not a constant. So every zeros of a non-constant analytic functions are isolated. Next we have another theorem. This is also very important theorem, maximum modulus theorem. ഈ തിയറത്തിന് പേരുള്ളതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ നിങ്ങൾ പഠിക്കണം. So we have maximum modulus theorem. If G is a region and f from G to C is an analytic function such that there is a point A in G with mod f of A is greater than or equal to f of Z for every Z belongs to G. Then f is a constant. So maximum modulus means പറയുന്നത് G എന്ന് പറയുന്ന ഒരു region, that means open connected region. F from G to C എന്ന് പറയുന്ന ഒരു analytic function ആണ്, such that there is a point A in G with mod f of A is greater than or equal to f of Z for every Z in G. അപ്പോൾ A എന്നുള്ള പോയിന്റിൽ f in G എന്ന് പറയുന്നത് ഒരു ഓപ്പൺ കണക്ട്, ഇതിനകത്തുള്ള ഒരു പോയിന്റ് ആണ് എഫ് എന്ന് വിചാരിക്കുക, ഇതിനകത്തുള്ള ഫംഗ്ഷൻ ആണ് എഫ്. അപ്പൊ എ എന്നുള്ളതും ഇതിനകത്തെ ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക. എഫിന്റെ വാല്യൂ എയിൽ എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ഈ ജിയിലെ വേറെ ഏത് ഇസഡിന്റെ വാല്യൂ, ജി എന്ന് പറഞ്ഞാൽ ജിക്കകത്തും ജിയുടെ ഈ ബൗണ്ടറി ജിക്കകത്ത് ഏതൊരു വാല്യൂ ഇൻ ജി എന്നല്ലേ, അപ്പം ജിക്കകത്ത് ഏതൊരു വാല്യൂ ഏതൊരു ഇസഡില് എഫിന്റെ വാല്യൂ എടുത്താലും അതിനേക്കാളും ഒക്കെ കൂടുതലായിരിക്കും എഫ് ഓഫ് എ. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ എഫ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് നമ്മുടെ മാക്സിമം മോഡ്. അതായത് മാക്സിമം വാല്യൂ ജിക്കകത്ത് വന്നാൽ എഫിനുള്ള മാക്സിമം ജിയിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഫംഗ്ഷൻ എഫിന്റെ മാക്സിമം വാല്യൂ ജിയുടെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റിലാണ് കിട്ടുന്നതെങ്കിൽ ആ എഫ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിനെ വേറൊരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് അല്ല എങ്കിലോ എ നോൺ കോൺസ്റ്റന്റ് analytic function does not attain its maximum modulus value in its domain of definition. ഡൊമൈൻ ഓഫ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഡിഫൈൻ ചെയ്യുക. ഇപ്പൊ ഇവിടെ ജി ആണ്, ഒരു നോൺ കോൺസ്റ്റന്റ് അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യുക, അതിന്റെ മാക്സിമം വാല്യൂ ഈ ജിയുടെ ഉള്ളിൽ അറ്റൈൻ ചെയ്യില്ല. മാക്സിമം വാല്യൂ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ അറ്റൈൻ ചെയ്യില്ല, അതിന്റെ മാക്സിമം വാല്യൂ ഇതിന്റെ ബൗണ്ടറി പോയിന്റിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഇതാണ് മാക്സിമം മോഡുലസ് തിയറം പറയുന്നത്. അപ്പൊ നോൺ കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ നമ്മുടെ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഇങ്ങനെ എഫ് ഓഫ് ഒരു പോയിന്റില് ജിയിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഒരു കോൺസ്റ്റന്റ് ആണെന്നാണ് നമുക്കിപ്പോ പ്രൂവ് ചെയ്യേണ്ടത്. Come to the proof.
Assume that G is a region assume that G is a region and F from G to C is an analytic function. Also assume that mod f of A is greater than or equal to f of Az for every Ez belongs to G. So now take a R greater than 0. Set a R greater than 0 such that B closure of AR, A സെൻറ്ററായിട്ട് R റേഡിയസ് ഉള്ള ഒരു സർക്കിൾ. ഇതെന്ന് പറയുന്നത് എവിടെ ജിയുടെ ഉള്ളിലുള്ള ഒരു നെയ്ബർഹുഡ് നമ്മൾ എടുത്തു. ആൻഡ് ലെറ്റ് ഗാമ be the circle mod Z minus A equals ഗാമ. അതായത് ഈ നെയ്ബർഹുഡ് നമ്മൾ ഏടെ ഒരു നെയ്ബർഹുഡ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ നെയ്ബർഹുഡ് ആ റേഡിയസ് ഉള്ള ആ നെയ്ബർഹുഡിന്റെ സർക്കിൾ ഇതിനെയാണ് നമ്മൾ ഗാമ എന്ന് ഡിനോട്ട് ചെയ്ത് ഗാമ റേഡിയസ് ഗാമ. അപ്പൊ ഇതിനെ സർക്കിളിന്റെ ഫോമിൽ കോംപ്ലക്സ് രീതിയിൽ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഗാമ ഓഫ് ടി ഈക്വൽസ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എ സെൻറ്റർ ആയിട്ട് എ പ്ലസ് റേഡിയസ് എത്ര സ്മോൾ ആർ ഇ റേസ് ടു ഐ ടി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π എന്നാലേ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. Now by Cauchy's integral formula, f of A equals 1 by 2πi into integral over gamma f of W divided by W minus a dw. ഈ W എന്ന് പറയുന്നത് എവിടുത്തെ പോയിന്റ് ആയിരിക്കും? ഗാമ എന്നുള്ള സർക്കിളിലെ പോയിന്റ് ആയിരിക്കും. സോ വി ക്യാൻ റീറൈറ്റ് ദിസ് ആസ് ഇതിനകത്ത് this can be written as which equals 1 by 2πi integral over gamma എന്നുള്ളതിന് ഞാൻ ഓവർ ടിയിലേക്ക് മാറ്റുവാണ്. dw എന്നുള്ളത് dt മാറ്റും. അപ്പോൾ 0 to 2π. ഇനി എഫ് ഓഫ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോയിന്റ് ഗാമ ഓഫ് ടിയിലെ പോയിന്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഗാമ ഓഫ് ടി ഇൻറ്റു ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഗാമ ഡാഷ് ഓഫ് ടി ഡി ടി ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് ടി മൈനസ് എ. ഓക്കെ, കാരണം എന്താ ഡബ്ല്യു എന്ന് പറയുന്നത് ഗാമ ഓഫ് ടി ആണ്. അപ്പൊ ഡി ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ ഗാമ ഡാഷ് ഓഫ് ടി ഇൻറ്റു ഡി ടി. അപ്പൊ ഡി ഡബ്ല്യുവിന് പകരം ഗാമ ഡാഷ് ഓഫ് ടി ഡി ടി ഡിവൈഡ് ബൈ മൈനസ് എന്ന് എഴുതി. ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് ഈസ് ഈക്വൽസ് 1 by 2πi ഇന്റഗ്രൽ ഓവർ 0 to 2π എഫ് ഓഫ് ഇതിനെ ഒന്നുകൂടെ മാറ്റി ഗാമ ഓഫ് ടീനെ നമ്മൾ എ പ്ലസ് ആർ ഇ റൈസ് ടു ഐ ടി എന്ന് എഴുതി. എ പ്ലസ് ആർ ഇ റൈസ് ടു ഐ ടി ഇൻറ്റു ഗാമ ഡാഷ് അപ്പം എന്തായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു ടി ഗാമ എന്ന് പറയുന്നത് എ പ്ലസ് ആർ ഇ റൈസ് ടു ഐ ടി. വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ ഗാമ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ കോൺസ്റ്റന്റ് ആണ്, 0 വരും. പിന്നെ ആർ ഇ റൈസ് ടു ഐ ടി ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ, ഐ ടിയുടെ ഐയും കൂടെ വരും. അപ്പം എന്ത് വരും? ഐ ആർ ഇ റൈസ് ടു ഐ ടി ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? എ പ്ലസ് ആർ ഇ റൈസ് ടു ഐ ടി മൈനസ് എ. ഈ പ്ലസ് എയും മൈനസ് എയും കൂടെ ക്യാൻസൽ ആയി പോവും. ബാക്കി നമുക്ക് എന്ത് എഴുതാം? 1 by 2πi ഇന്റഗ്രൽ ഓവർ 0 to 2π എഫ് ഓഫ് എ പ്ലസ് ആർ ഇ റൈസ് ടു ഐ ടി. ഇവിടെ നമുക്ക് ഇവിടെ മിച്ചമുള്ളത് എന്താ? ആർ ഇ റൈസ് ടു ഐ ടി. മുകളിൽ ഒരു ആർ ഇ റൈസ് ടു ഐ ടി ഉണ്ട്, അത് രണ്ടും കൂടെ ക്യാൻസൽ ആക്കാം.
പുറത്ത് 2π i കിടപ്പുണ്ട്. ആ ഐയും ഈ ഐയും കൂടെ ക്യാൻസൽ ആക്കി. ബാക്കി താഴെ ഇപ്പോൾ ഒന്നുമില്ലല്ലോ. അപ്പം ഇവിടെ ഐ മാറിപ്പോവും. അപ്പം 1/2π ഇൻറ്റു ഇവിടെ ഐ മായ്ച്ചു കളയും. ഓക്കെ, 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π f of a plus r e raised to it dt എന്ന് വരും. And hence mod f of a, okay, mod f of a എങ്ങനെ എഴുതുവാണ്, is less than or equal to മോഡുലസ് വാല്യൂ കൊടുക്കുന്നുണ്ടാണ് കേട്ടോ. 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π ലെസ് ദാൻ വന്നത് 2π ഇൻറ്റു മോഡ് എഫ് ഓഫ് എ പ്ലസ് ആർ ഇ റേസ് ടു ഐ ടി ഇൻറ്റു ഡി ടി. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, നമുക്ക് ഇതിനെ നോക്കിയിരുന്നാൽ മതി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π mod f of a into dt. ഞാൻ ഇതിനെ എഫ് ഓഫ് എ മാത്രമായിട്ട് ചുരുക്കി എഴുതി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ കിടക്കുന്നത്. സോ ദിസ് ഈസ് ലെസ് ദാൻ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു മോഡ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോൺസ്റ്റന്റ് ആയി, എഫ് ഓഫ് എ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π dt. പിന്നെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 2π മൈനസ് 0 2π മാത്രം വരും. ആ 2πയും ഈ അടി കിടക്കുന്ന 2πയും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്ത് വരും, ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ഓഫ് എ എന്ന് മാത്രമാകും. ഇപ്പം നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത് ശരിക്കും, മോഡ് എഫ് ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2π ഇൻറ്റു integral 0 to 2π mod f of a plus r e raised to it into dt is less than or equal to mod f of a. ഇപ്പം നോക്കിക്കേ ശരിക്കും ഇപ്പം നമുക്ക് എന്താ കിട്ടിയെന്ന്, നമ്മൾ രണ്ട് വാല്യൂ എടുത്താൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആൻഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ, അങ്ങനെയല്ല വന്നത്. എ ആയിട്ട് ഇത് കൺസിഡർ ചെയ്ത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി കിട്ടി. അതുപോലെ തന്നെ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ഇങ്ങനെ വന്നാൽ നമുക്ക് ഉടനെ എന്ത് എഴുതാം, എ ഈക്വൽ ടു ബി എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ആ ഒരു ഫോമിലാണ് ഇപ്പൊ നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എ ഈക്വൽസ് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π mod f of a plus r e raised to it dt. Okay, so we can write this as, replace this as, നമുക്ക് എന്താ എഴുതിയ, മോഡ് എഫ് ഓഫ് എയും മറ്റേതും ഈക്വൽ ആണെന്നാണ് കിട്ടിയത്. ദാറ്റ് മീൻസ് വിച്ച് ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എ മൈനസ് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π mod f of a plus r e raised to it into dt equal to 0 ആയിരിക്കും. നമ്മളിങ്ങനെയൊക്കെ എഴുതാൻ കാരണം എന്തായിരുന്നു, മറ്റോടത്ത് നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഴുതാനുള്ള എന്തൊരു കാരണം ഇത് നമ്മൾ സൈഡിൽ എഴുതണം, അല്ലെങ്കിൽ നമുക്കൊരാവശ്യം വരും ഇത്. അതായത് മോഡ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ഓഫ് എ പ്ലസ് ആർ ഇ റേസ് ടു ഐ ടി ആയിരിക്കും. ഓക്കെ, ഈ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടുയിലേക്ക് ഇപ്പം മാറ്റിയത്. ഈക്വൽ ടു 0 എന്ന് കിട്ടി. ദിസ് ഇംപ്ലൈസ്, ഞാൻ ഈ ഇന്റഗ്രൽ ഇതിനും കൂടെ ഇന്റഗ്രൽ കൊടുത്ത് എഴുതാൻ പോവാണ്. ഇവിടെ ഈക്വൽസ് 1/2π ഇൻറ്റു 1/2π കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ഞാൻ ഇതിന് മാറ്റി എഴുതുവാണ് 0 to 2π ഇൻറ്റു മോഡ് എഫ് ഓഫ് എ എന്ന് എഴുതി. ഇത് കുഴപ്പമില്ലല്ലോ, മോഡ് എഫ് ഓഫ് എ ഡി ടി. കാരണം ഇതിനകത്ത് എന്താ വരിക, മോഡ് എഫ് ഓഫ് എ കോൺസ്റ്റന്റ് ആണ്. ബാക്കി 2π മൈനസ് 0 വരുന്നത് 2πയും ഈ 2πയും കൂടെ ക്യാൻസൽ ആയിപ്പോയി മോഡ് എഫ് ഓഫ് എന്ന് മാത്രം വരും. മൈനസ് 1/2π ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു.
minus 0 to 2 pi mod f of a plus r e raised to it dt equals 0. This implies ഈ 2 പൈനെ അപ്പുറ സൈഡിലേക്ക് ഉണ്ടായാൽ ഇൻറ്റു 0 എന്ന് വരുന്നോണ്ട് അത് 0 ആയിക്കോളും. ബാക്കി എന്താ വരിക 0 to ഇന്റഗ്രൽ 0 to 2 പൈ ഇന്റഗ്രൽ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി മോഡ് എഫ് ഓഫ് എ മൈനസ് മോഡ് എഫ് ഓഫ് എ പ്ലസ് ആർ ഇ റൈസ് ടു ഐ ടി into dt equals 0. Put it as star. But here നമ്മളിവിടെ ഒരു റിസൾട്ട് ഉപയോഗിച്ചില്ലായിരുന്നോ? മോഡ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആണ് വലുത്. അപ്പം എഫ് ഓഫ് എയിൽ നിന്ന് ഇത് സെപ്പറേറ്റ് ചെയ്താൽ എന്താ നമുക്ക് വരിക? മൈനസ് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുകയല്ല ചെയ്തത്. ആർ ഇ റൈസ് ടു ഐ ടി കുറച്ചാൽ നമുക്ക് എപ്പോഴും പോസിറ്റീവ് നമ്പറേ കിട്ടുള്ളൂ. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവരി ടി. അപ്പോൾ ഒരു ഇന്റഗ്രലിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പം 0 കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ ഇന്റഗ്രലിന്റെ അകത്ത് കിടക്കുന്ന സംഭവം എന്തായിരിക്കും? 0 ആയിരിക്കും. ദിസ് ഇംപ്ലൈസ് therefore star implies mod f of a minus mod f of a plus r e raised to it equals 0. Okay, which implies f of a equals mod f of a plus r e raised to it equals mod f of a for every t. Here, since r is greater than 0 was arbitrary. R is greater than 0 was arbitrary. We have f maps any disk B of AR subset of G into the circle ഏത് മാർക്ക് കൊടുത്താലും ഇത് തന്നെയാണ് കണ്ടീഷൻ. ആർബിട്രറി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു എ സെന്റർ ആയിട്ട് വരുന്ന ഏതൊരു ഡിസ്കിനെയും എന്തിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്? ഇൻറ്റു എ സർക്കിൾ മോഡ് ഇസഡ് ഈക്വൽസ് മോഡ് ആൽഫ, ആൽഫ ഈക്വൽസ് എഫ് ഓഫ് എ. അപ്പം മോഡ് ഇസഡ് ഈക്വൽ ടു മോഡ് എഫ് ഓഫ് എയിലേക്കാണ് എല്ലാം എന്ത് ചെയ്യുന്നത്? മാപ്പിങ് ചെയ്യുന്നത്. അതിനർത്ഥം എന്താ? എഫ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഏതാവെടുത്താലും അതിലേക്കാണ് പോകുന്നത്. ദാറ്റ് മീൻസ് എഫ് ഈസ് എ കോൺസ്റ്റന്റ്. Therefore f is a constant on B of AR. Okay, B of AR. Now since B of AR contains a limit point, limit point എന്താ? A ആയിട്ട് വരും. Contains limit point and on B of AR limit point ഉണ്ട് and B of AR and on B of AR f of z ന്റെ വാല്യൂ ആൽഫ ആണെങ്കിൽ then by our corollary കോളറിക്കകത്ത് പറഞ്ഞത് എന്തായിരുന്നു? ഈ സെറ്റിന് ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കുകയും എഫ് ഈക്വൽ ടു 0 ആയിരിക്കുകയും, അതായത് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 0 ഫോർ എവരി എങ്കിൽ എഫ് ഈസ് ഐഡന്റിക്കലി ഈക്വൽ ടു 0 എന്നായിരുന്നു പറഞ്ഞത്. ഇവിടെ നമുക്ക് ലിമിറ്റ് പോയിന്റ് ഉണ്ട്, എഫ്
equal to alpha, 0 ക്ക് വരും ഒരു കോൺസ്റ്റന്റ് ആൽഫ for every ആണെങ്കിൽ we can say that by corollary f is identically equal to alpha. f is identically equal to alpha, that is mod f of z എന്നല്ലേ എഴുതിയിരുന്നത്, that is f of z equal to alpha for every z belongs to G implies f is a constant on G. f is a constant on G. നമ്മൾ ആദ്യം f കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു നിർത്തിയത് എവിടെയാ? B of AR എന്നുള്ള നെയ്ബർഹുഡിനകത്ത് മാത്രം. അപ്പോൾ ആ ഒരു നെയ്ബർഹുഡിനകത്ത് ഇതിന് നമുക്ക് എഫിന് ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ട്. എഫ് എന്ന് പറയുന്നത് ആൽഫ എന്നുള്ളതായതുകൊണ്ട് എഫ് ഐഡന്റിക്കലി ഈക്വൽ ടു ആൽഫ ആയിരിക്കും. അപ്പോൾ ജി മൊത്തത്തിൽ അത് എഫ് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് എന്ത് വെച്ച് പറയാൻ വയ്യാതെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിയറം കൂടിയാണ്. So with this we can conclude this class. Thank you.